അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിങ്ങളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദിന്റെ ജ്യേഷ്ഠൻ ചോദിക്കുക, എടാ കുറച്ചാടുള്ളത് നീ അത് എവിടെ വിട്ടിട്ടാ വന്നത്? അതിനെ നീ മരുഭൂമിയിൽ എവിടെ കളഞ്ഞു? ഫെലിസ്തീൻ വന്ന് പേടിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ കൂടുള്ള ആടിനെയൊക്കെ അവൻ പേടിപ്പിക്കുന്നത്. നിന്റെ സമ്പത്തിനെ പേടിപ്പിക്കും, നിന്റെ ആരോഗ്യത്തെ അവൻ ഭയപ്പെടുത്തും, നിന്റെ കുഞ്ഞുങ്ങളെ അവൻ ഭയപ്പെടുത്തും, നിന്റെ കുടുംബത്തെ അവൻ ഭയപ്പെടുത്തും, നിന്റെ മാനസിക നിലയെ അവൻ ഭയപ്പെടുത്തും. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് പോയി ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ പലപ്പോഴും നമുക്ക് ഭയമാണ്. അതുകൊണ്ടാ ജ്യേഷ്ഠൻ ചോദിച്ചത്, കുറച്ചാടുള്ളത് നീ എവിടെ കളഞ്ഞു? നീ ആടിന്റെ കൂടെ നിൽക്കണ്ടേ? അല്ല, ദാവീദ് ചെയ്തതാ ശരി. നിനക്കൊരു പ്രതിസന്ധി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിന്റെ ആടുകളല്ല നിനക്ക് പ്രധാനം, നിന്റെ സമ്പത്തോ നിന്റെ വിഷയങ്ങളോ ഒന്നുമല്ല വിഷയം. നീ അതെല്ലാം അവിടെ ഇട്ടിട്ട്, ഇതെല്ലാം അവിടെ നിന്ന് ഇട്ടിട്ട് നിനക്ക് നിന്റെ ദൈവത്തിന്റെ അടുത്ത് അല്പനേരം ഇരുന്ന് ഈ ദൈവത്തോടൊന്ന് ഇന്ററാക്ട് ചെയ്യാമോ? ദൈവത്തോടൊന്ന് ചോദിക്കാമോ, കർത്താവേ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇവൻ ഇങ്ങനെ വന്ന് നിന്റെ ജനത്തെ നിന്ദിക്കുക. ഞാനും ചോദിച്ചോട്ടെ, ദൈവജനമായിട്ട് അവരോധിക്കപ്പെട്ട ഞാനും നിങ്ങളും ലോകത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭയപ്പെട്ട് അതിന് അടിമപ്പെട്ടു പോയാൽ നിങ്ങൾ ആരെയാ നിന്ദിക്കുന്നേ? ആരെയാ നിന്ദിക്കുന്നേ? ജീവനുള്ള ദൈവത്തെയാണ്. പ്രതിസന്ധി നിങ്ങളെ കീഴടക്കിയാൽ നിങ്ങൾ ആർക്കാ മാനക്കേടുണ്ടാക്കുന്നത്? നിങ്ങൾക്കല്ല, നിങ്ങൾ ഈ ദൈവത്തിന് മാനക്കേട് ഉണ്ടാക്കുന്നവരായി തീരുക. മനസ്സിലാക്കണം, ഒരു പ്രതിസന്ധി, ഹല്ലേലൂയ, മിസ്രൈമില് ഉള്ള ഒരു പ്രതിസന്ധിയും ഒരു ബാധയും നിന്നെ ബാധിക്കുകയില്ല എന്ന് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മാരകമായ രോഗം നിനക്ക് പിടിച്ചാൽ അതിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിൽ നീ ആർക്ക് മാനക്കേടുണ്ടാക്കുന്നവരാ? ആർക്ക് മാനക്കേടുണ്ടാക്കുന്നവരാ? ഈ ജീവനുള്ള ദൈവത്തിന് മാനക്കേടുണ്ടാക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാരിദ്ര്യം നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, സാമ്പത്തിക പ്രതിസന്ധി നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ആർക്ക് മാനക്കേടുണ്ടാക്കുന്നവരാ? ഈ ദൈവത്തിന് മാനക്കേടുണ്ടാക്കുന്നവരാ. നിന്റെ കുടുംബം നിനക്ക് സ്വസ്ഥത തരുന്നില്ലെങ്കിൽ നീ ആർക്ക് മാനക്കേടുണ്ടാക്കുന്നവരാ? ഈ ദൈവത്തിന് മാനക്കേടുണ്ടാക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കടന്നു വരുന്ന ഓരോ ഗോലിയാത്തും നമ്മളെ കീഴടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മാനക്കേടുണ്ടാക്കുന്നവരാണ്. ദൈവത്തോടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ നേരം നിന്റെ ആടും സമ്പത്തും എല്ലാം കെട്ടിവലിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ചോദിക്കും, എന്തിനാടാ ഈ ആടിനെ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു? അല്ല, അത് അവിടെ ഇട്ടിട്ട് പോയാൽ അമ്മമാർ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാനൊരു ഒരു മനസമാധാനത്തിൽ ഈ ആടിനെയും പശുവിനെയും എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന ദൈവത്തിന്റെ അടുത്ത് കാര്യം ചോദിക്കാൻ ചെന്നതാ കൊട്ടാരത്തില്. കർത്താവേ, ഇത് അവിടെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? ഇതിനെല്ലാം ലവന്മാർ അടിച്ചുകൊണ്ട് പോകത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. വരല്ലേ, നിന്റെ ആടിനെയും മാടിനെയും സമ്പത്തിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. നീ ദൈവത്തിന്റെ അടുത്തോട്ടാ വരുന്നതെങ്കിൽ, വരുന്ന വഴി അപ്പുറത്തോട്ട് കയറുന്നോണ്ടാ പലപ്പോഴും ഇത് പോകുന്നത്. ഹല്ലേലൂയ. ദാവീദിനറിയാം, ദാവീദ് അവിടെ മരുഭൂമിയിൽ ഇട്ടിട്ട് വന്ന ആടിനെ ആരും കൊണ്ടുപോകത്തില്ല. നീ ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാ? ദൈവത്തിന്റെ അടുത്തോട്ടാ. പേടിക്കണ്ട, വിഷയങ്ങളൊക്കെ കുഴഞ്ഞു കിടക്കുമായിരിക്കും, അത് അവിടെ കിടക്കട്ടെ. തിരിച്ചു വരുമ്പോൾ അതിനേക്കാൾ കുഴഞ്ഞതായിരിക്കും, പേടിക്കണ്ട. നീ ദൈവത്തിന്റെ അടുത്തോട്ടാ പോകുന്നതെങ്കിൽ ഈ വിഷയം കുഴയത്തില്ല. മനസ്സിലാക്കണം, പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ വിഷയം ഒന്ന് സെറ്റിലാക്കിയിട്ട് പോയി പ്രാർത്ഥിക്കാനിരിക്കുക.
നിന്റെ വിഷയത്തിന് ഒരു 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 നീക്കുപോക്ക് ചെറുതായിട്ട് കണ്ടിട്ട് വേണം ഇരുന്ന് 2 ദിവസം ഉപവസിക്കാൻ. കാരണം ഇതാകെ കുഴഞ്ഞിരിക്കുക. അത് നിന്റെ ബുദ്ധിയിൽ അവനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് വന്നിട്ട് ഉപവാസം ഇരിക്കാൻ വരണ്ട. അതിന് ദൈവത്തിന് പ്രസക്തിയില്ല. കുഴഞ്ഞു കിടക്കുന്ന വിഷയം അവിടെ നിട്ടിട്ട് നിനക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ടൊന്ന് വരാമോ? ദൈവം നിന്റെ വെളിച്ചമാണ്. ദൈവം നിന്റെ രക്ഷയാണ്. 33-ാം വാക്യം. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശൗലിന്റെ അടുത്തും ഈ വാർത്ത എത്തി. ദാവീദ് പറഞ്ഞത്, ശൗല് വിളിച്ച് ദാവീദിനോട് പറഞ്ഞു, നിനക്ക് ഈ ഫെലിസ്തീനോട് മത്സരിക്കുവാൻ പറ്റത്തില്ല. കാരണം അവൻ വലിയ യോദ്ധാവാണ്, അവൻ ബാല്യം മുതൽ യോദ്ധാവാ. നിനക്കോ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല, നീ ബാലനായിപ്പോഴും, നിനക്ക് എവനോട് ജയിക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെയൊക്കെ വിഷയം ഇവിടെയാണ്. വിഷയം തീർക്കുവാൻ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയാമോ? വലിയ യോദ്ധാക്കന്മാർക്കേ പറ്റുമെന്ന. വലിയ ലോകപ്രശസ്തരായ പാസ്റ്റർമാരോ ശുശ്രൂഷകരോ മറ്റോ വന്ന് പ്രാർത്ഥിച്ചെങ്കിലേ വിഷയം തീരത്തുള്ളെന്നാ നമ്മുടെയൊക്കെ വിചാരം. അല്ല, നിന്റെ വിഷയം തീർക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട, നീ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. ചിന്തിക്കണം, ഇതിന് വലിയ പ്രഗത്ഭന്മാരായ ആൾക്കാരൊന്നും വേണ്ട. നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഗോലിയാത്തിനെ തകർക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. അതിന് വേറെ ആരുടെയും ആവശ്യമില്ല. ഇവിടെ ശൗല് പറയുന്നു, ഹല്ലേലൂയ, ശൗല് പറയുകയാണ്, നീ ബാലനാണ്, അവൻ ചെറുപ്പം മുതൽ യോദ്ധാവാണ്, അതുകൊണ്ട് അവനോട് മല്ലിടുവാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ മുമ്പിൽ വന്ന പ്രതിസന്ധി, അവന്റെ ജീവനുള്ള ദൈവത്തെ പരിഹസിക്കുന്നത് ദാവീദിന് സ്വന്തം വിഷയമായി എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു മഹത്വം. നമ്മളൊക്കെ നമ്മുടെ ദൈവത്തെ ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ നിന്ദിച്ചാലും നമുക്കൊന്നും ഫീൽ ചെയ്യാറില്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നിന്ന വരുത്തുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ നിന്ന വരുത്തുന്നത് നമ്മുടെ ജീവനുള്ള ദൈവത്തിനാണ്. ഇതൊന്ന് ചിന്തിച്ചേ, ഈ വിഷയം ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. നമ്മൾ ഇനിയും പരാജയപ്പെടുവാൻ പാടുണ്ടോ? ഒരു പ്രതിസന്ധി എൻ്റെയും നിന്റെയും ജീവിതത്തിൽ കടന്നു വന്നാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുവാൻ പാടുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. ദൈവജനം ശ്രേഷ്ഠജനമാണ്. നിന്റെ ചുറ്റുമുള്ള സകല ജാതികളെക്കാളും നീ ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന് യഹോവ ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധി നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല. രോഗമായിക്കോട്ടെ, ഒരു രോഗം എൻ്റെയോ നിന്റെയോ ജീവിതത്തിൽ ഭവനത്തിൽ കടന്നു വന്നാൽ അത് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ഒരു ദാരിദ്ര്യം എൻ്റെയും നിന്റെയും ഭവനത്തിലോട്ടാ കടന്നു വരുന്നെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല. ഈ റിസഷൻ എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ വിഷയമായിട്ട് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പ്രതിസന്ധിയാണ്. ഈവൻ നമ്മുടെ നാട്ടിലും ഈ പ്രതിസന്ധി തുടങ്ങിയിരിക്കുക. പക്ഷേ ഇത് എന്നെയും നിന്നെയും കീഴ്പ്പെടുത്താൻ പാടില്ല. ചിന്തിച്ചോണം.